പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൂർക്ക കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനത്തെ കൂടെ ഒന്ന് ചിന്തിക്കാം. റോമർ 5:8 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ ലോകത്തിൽ പല മതക്കാരും പല ഭാഷക്കാരും എല്ലാം ഉണ്ട്, അവർക്ക് പല പല ദൈവങ്ങളുണ്ട്. എന്നാൽ പാപികളായി നമുക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവവും, ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ കർത്താവിൽ വിശ്വസിക്കുകയും നിത്യത പ്രാപിക്കുകയും ചെയ്യാനുള്ളവർ. ഇനി നമുക്ക് നമ്മുടെ കൂർക്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞങ്ങൾക്ക് ഫ്രഷായിട്ടുള്ള നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ കൂർക്ക കിട്ടുകയില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെ ഫ്രോസണാണ് വന്നിരിക്കുന്നത്. ഇത് ഡെയിലി ഡിലൈറ്റുകാരുടെ ഫ്രോസൺ കൂർക്കയാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നാട്ടിൽ വെച്ച് നല്ല ഫ്രഷ് കൂർക്ക കൊണ്ട് ഞാൻ ഇതുപോലെ നല്ല മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് അത്രമാത്രം അതിൻ്റെ ആ ഫ്രഷിൻ്റെ അത്രയും രുചി വരില്ലായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലാം ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതിൽ ഇച്ചിരി ഉള്ളി, ഒരു സവാളയുണ്ട്, ഇഞ്ചി അരിഞ്ഞുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞുണ്ട്, കറിവേപ്പില അത്ര ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നങ്ങ് അതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂർക്ക ഇത് കുക്ക് ചെയ്ത് വന്ന കാരണം നമുക്ക് എളുപ്പമുണ്ട്. മസാല ഉണ്ടാക്കിയാൽ മതി. അല്പം മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്ത് ഇനി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കാം. ഒക്കെ ലൈറ്റ് ബ്രൗൺ ആയി. ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാം. ഇത് പെരിഞ്ജീരകം ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അര ടീസ്പൂൺ ഇത് ജീരകപ്പൊടി, സാദാ ജീരകം. പിന്നെ ഒരല്പം ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത്ര ഇട്ട് കൊടുത്ത് ഇച്ചിരി മസാല, ഗരം മസാല, ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. സ്പെഷ്യൽ ഗരം മസാല എന്ന് പറയും. എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. അതിട്ട് തീ കുറച്ചാണ്, ചെറു തീയിൽ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് തക്കാളി, ഇതിപ്പോൾ ഞാൻ 2 തക്കാളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി മതി. അത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്നങ്ങ് വഴറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇത് തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു ചേരട്ടെ. തക്കാളി എല്ലാം ഒന്ന് വെന്ത് ഇതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തു. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവില്ല. അതിലേക്ക് ആ പാത്രം തന്നെ ഒന്ന് കഴുകിയേച്ച് അതിനകത്ത് ഒരല്പം എണ്ണ ഇട്ട് ഒരു കടുക് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കാരണം കടുക് നമ്മൾ നേരത്തെ ഈ അരയ്ക്കാനുള്ളത് കൊണ്ട് ഞാൻ കടുക് നേരത്തെ ഇടാം. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത് എണ്ണയിൽ ഇടുന്നത്. കൂട്ടി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. ഈ അരപ്പ് ഞാൻ വെള്ളമൊന്നും, തക്കാളി ഉള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കാതെ അരച്ചാണ്. ഒരുപാട് ഇങ്ങനെ മഷി പോലെ അരിയല്ലോ. ഒരുവിധം ഒന്നിങ്ങനെ അരിഞ്ഞ് അത്രയും മതി. ഒത്തിരി അങ്ങ് അരിഞ്ഞ് ഇതായിട്ട് പോകണ്ട. ഇത് നാട്ടിലെ പച്ചക്കൂർക്ക കൊണ്ടാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ അരപ്പുണ്ടാക്കിയിട്ട് ഞാൻ എല്ലാം കൂടെ പച്ച കൂർക്കയും
ഈ അരപ്പും കൂടെ കുക്കറിലിട്ട് ഒറ്റ വിസിൽ കേൾക്കും. അപ്പം തന്നെ തുറന്നു കഴിയുമ്പോഴത് പാകത്തിന് നന്നായിട്ട് ഇരിക്കും. ഇതിപ്പോൾ വെന്ത കൂർക്കയാണ് നമുക്കിവിടെ ഈ ഫ്രോസൺ കൂർക്ക വരുന്നത്. പറ്റിച്ചിരിക്കണം, ഉപ്പൊന്നുമില്ലാതെ പറ്റിച്ചിരിക്കണം കൂർക്കയാണ്. അപ്പോൾ അതായതുകൊണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാം. വേറെ വേവിക്കേണ്ട കാര്യമില്ല. ഇതിനി അരപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്ക് കൂർക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നങ്ങ് തിളയ്ക്കുമ്പോൾ കൂർക്ക ഇട്ടൊന്നങ്ങ് തിളച്ച് കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി. ഇതിനകത്തേക്ക് നമുക്കിതിപ്പോൾ വെന്ത കൂർക്കയാണ്. ഇതിപ്പോൾ ഒരു 400 ഗ്രാം കൂർക്ക വേവിച്ചതാണിത്. അപ്പോൾ അതിനുള്ള അരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും ഇട്ട് കുറച്ച് നേരം, കാരണം കൂർക്കയിട്ടൊക്കെ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതൊന്ന് ശരിക്കൊന്ന് തിളച്ച് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കുറച്ച് ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെള്ളം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു. കാരണം ഈ കൂർക്കയിൽ ഒട്ടും ഉപ്പില്ല പറ്റിച്ച് വന്നേക്കണത്. പിന്നെ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇവിടെ കൂർക്ക നല്ല ഇറച്ചിക്കറിയുടെ അതേ സ്വാദോട് കൂടിയിട്ടുള്ള കൂർക്ക മസാലയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരെങ്ങനെ ഉണ്ടാക്കി നോക്കുക. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഫ്രഷ് കൂർക്കയാണെങ്കിൽ ഒന്നിച്ച് മസാലയെല്ലാം അങ്ങോട്ട് ഒന്നിച്ചിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ കേട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തന്നെ തുറന്നാൽ പാകത്തിനിരിക്കും. വളരെ രുചികരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.